ഹായ് ഹലോ. നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളുകളായി. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ UK ഭയങ്കര മോശം കാലാവസ്ഥയായിരുന്നു. ഭയങ്കര മഴയും കോടമഞ്ഞൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റാണ്, സണ്ണുണ്ട്. പക്ഷേ സണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തണുപ്പാണ് ഇവിടെ പുറത്ത്. ഞാൻ മേബിൾ തോപ്പിലല്ല കേട്ടോ, ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി വണ്ടി എടുത്ത് വെറുതെ പുറത്തേക്ക് ഇറങ്ങി. എവിടെയെങ്കിലും ചുമ്മാ അങ്ങ് പോകാമെന്ന് കരുതി ചെന്നു. നേരെ പെട്രോൾ അടിച്ചു, തോന്നി അങ്ങ് ഇറങ്ങി. ഇപ്പോൾ നേരെ ഇവിടെ വന്നിരിക്കുന്ന വുഡാൾ സ്പാ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ മേബിൾ തോപ്പിൽ നിന്നൊരു 40-50 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. 28 മൈലോ 30 മൈലോ കണ്ടാണെന്ന് തോന്നുന്നു. വെറുതെ ഇവിടെ വന്ന് ഞങ്ങൾ UK വന്ന സമയത്ത് ആദ്യം താമസിച്ച വുഡാൾ സ്പാലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടാണ് മേബിൾ തോപ്പിലേക്ക് മാറിയത്. വുഡാൾ സ്പാൽ വന്നപ്പോൾ ഇവിടെ ഒരു കാട്, അതായത് ഈ ഒരു ഇത്രയും ഒരു ടൗണിൻ്റെ ഇടയ്ക്ക് ഒരു ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ. പൈൻവുഡ് ഫോറസ്റ്റ് ആണ് ഇവിടെ. പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. പക്ഷേ ഈ ഫോറസ്റ്റ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇവിടെ വെറുതെ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി. ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കാര്യം സാധിക്കാനുണ്ട്. എനിക്കാണെങ്കിൽ തണുത്തിട്ടേ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് വയ്യ. അപ്പോൾ ഇവിടെ എൻ്റെ ബാക്കി കണ്ടോ, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന, എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു ഇല്ലം പോലെയൊക്കെ തോന്നുന്നത്. അയ്യോ, പബ്ലിക് ടോയ്ലറ്റാണ് ഇവിടുത്തെ. ഭയങ്കര ട്രഡീഷണൽ രീതിയിലുള്ള, നമ്മുടെ നാട്ടിലൊക്കെ കാണില്ലേ, പഴയൊരു വീട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ. പബ്ലിക് ടോയ്ലറ്റാണിത്. ഒന്ന് കയറി സാധിച്ചിട്ട് വരാം. എന്തായാലും ഒന്ന് പോയി നോക്കാം. പുറമേക്ക് ഇങ്ങനെയാണ് കാണാൻ, നല്ല ട്രഡീഷണൽ ലുക്കാണ്. ഇനി അകത്ത് എന്താണെന്ന് നോക്കാം. പുറമേ ട്രഡീഷണൽ ആണെങ്കിലും അകത്ത് എല്ലാ ഫെസിലിറ്റി ഉണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഒരു പ്രത്യേകത, കിളികളുടെയൊക്കെ സൗണ്ടുകളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസിൽ ഇവിടെ കാര്യം സാധിക്കാം കേട്ടോ. വെൽക്കം ദ പൈൻവുഡ്സ് വുഡ്ലാൻഡ് ട്രസ്റ്റ്. ഇവിടെ നിന്നാണ് പൈൻവുഡ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. ആക്ച്വലി ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ. സോ വേറെയും എൻട്രി പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ വുഡ്ലാൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന UK ലാർജസ്റ്റ് വുഡ്ലാൻഡ് കൺസർവേഷൻ ചാരിറ്റിയാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയും എൻവയോൺമെൻറ്റിന് വേണ്ടിയൊക്കെ മരങ്ങൾ നടുകയും അതുപോലെ തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ചാരിറ്റി ട്രസ്റ്റാണ് വുഡ്ലാൻഡ് ട്രസ്റ്റ്. ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറേ കിളികളുടെ സൗണ്ടുകൾ ഇങ്ങനെ നമുക്ക് കേൾക്കാം കേട്ടോ. പുറത്ത് നിന്നപ്പോൾ ഞാൻ അധികം അങ്ങനെ കേട്ടില്ല, പക്ഷെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കേൾക്കാം. ചുറ്റും കുറേ കിളികളുണ്ട്, പക്ഷെ എനിക്കൊന്നിനെയും കാണാൻ പറ്റുന്നില്ല എവിടെയാണെന്ന് പോലും. ഒന്നും നമ്മുടെ കാഴ്ചവട്ടത്തേക്ക് വരുന്നില്ല, പക്ഷെ ഇങ്ങനെ സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിളികളുടെ സൗണ്ടുകൾ കേൾക്കാം. ഇത് പിന്നെ ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വലുപ്പമുള്ള ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു ആനിമൽസിനാണെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ നടക്കുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ നല്ല ഉയരവും വണ്ണമുള്ള നല്ല ഒരു മരം കേട്ടോ ഇത്. ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞതായിട്ടാണ് എന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇതുപോലെ കുറേ മരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത മരങ്ങളിലെല്ലാം ഇതുപോലെ കൂണ് വന്ന് മുളച്ചിട്ടുമുണ്ട്. ഇതേതായാലും കഴിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്ത് കൂണാണെന്ന് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നടന്നു വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ആദ്യത്തെ ആനിമൽസ് ഐറ്റം കിട്ടി കേട്ടോ. ഞാൻ നടന്നു വരുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു കേട്ടോ. ഈ കരിയിലകളുടെയും അതിൻ്റെ സ്കിന്നിൻ്റെ നിറം ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്തോ സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ തിരിച്ചപ്പോഴത്തേക്കും അതങ്ങോട്ട് കുറച്ച് ദൂരേക്ക് ഓടിപ്പോയിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അത് ഇല എന്തോ കഴിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ആനിമലാണ് കേട്ടോ ഇത്. റീവ്സ് മുൻചാക്ക് അല്ലെങ്കിൽ ലീഫ് ഡിയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ മാൻവർഗത്തിൽപ്പെടുന്ന ഒരു ആനിമലാണ്. മേബിൾ തോപ്പിലെ വീടിൻ്റെ അടുത്ത് കുറ്റിക്കാട്ടിൽ ഇതിനെ കാണാറുണ്ട്, പക്ഷെ ഇങ്ങനെ നിന്ന് തരാറില്ല. ഇടയ്ക്ക് തല ഒന്ന് നോക്കിയിട്ട് ഓടിപ്പോവും. ഇങ്ങനെ നിന്ന് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ.
അങ്ങനെ ലീഫ് ഡിയറിനൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഞാനൊരു സത്യം മനസ്സിലാക്കി. നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു പ്രതിഭാസം അതിവിടെ UK ഉണ്ടെന്നുള്ള നഗ്നമായ സത്യം. ഇത് കണ്ടോ, ഇത് മരത്തിൽ ഇവിടെ കാണാൻ വരുന്നവരെല്ലാവരും അവരുടെ പേര് എന്തോ ടൂൾസ് വെച്ചിങ്ങനെ ചിലപ്പോൾ കയ്യിലുള്ള കീയോ അതൊക്കെ വെച്ചിട്ട് കൊത്തി ഇങ്ങനെ എഴുതി വെക്കുന്ന. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ മലയിലുകൾ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പാറയിലും മരത്തിലൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കുമല്ലോ, അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടി കേട്ടോ ഇത്. എന്തായാലും മലയാളികളല്ല, ഞാനത്തെ പേരുകളും ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ മലയാളികൾ ആരുമല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സോ കോൾഡ് നേച്ചർ ലവേഴ്സ് കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ കാടുകളിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് അവിടുത്തെ പാറകളിൽ, മരങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൽ അവരുടെ സ്വന്തം പേരുകൾ, കാമുകളുടെ പേരുകൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഭയങ്കര മനോഹരമെന്ന് വിചാരിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇങ്ങനെ വൃത്തികേടാക്കുന്ന കുറേ കൃമികീടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കൊണ്ടുപോയി ആമസോൺ കാട്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കും നല്ലത്. ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ട് ഇതുപോലെ വൃത്തികേടാക്കുന്ന ആൾക്കാരെ എന്താ ചെയ്യുക? എൻ്റെ അഭിപ്രായമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ പൈൻ ഫുഡ് ഫോറസ്റ്റിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് നല്ലൊരു രസമാട്ടോ. പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഇതൊരു 5 മൈൽ ലോങ് ഉണ്ട് ഈ പൈൻ ഫുഡ് ഫോറസ്റ്റ്. നമുക്ക് നടക്കാൻ വേണ്ടി ഒരു 5 മൈൽ ലോങ് ആയിട്ടുള്ള ഒരു പൈൻ ഫുഡ് ഫോറസ്റ്റ് ഏരിയ ആണിത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഇതേക്കൂടെ പോലെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തും. ഇവിടെ വഴിയുണ്ട്. നമ്മളിപ്പോൾ വന്ന ആ സ്ഥലത്ത് തന്നെ അങ്ങോട്ടേക്ക് ഡീവിയേഷൻ ഉണ്ട്, ഇതുണ്ട് നമുക്ക്. പക്ഷേ ഭൂമിശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വഴി പോയാൽ മതി. ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് കിടക്കാം. കണ്ടോ, ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്കൊരു വഴി, ഇതുവഴി. ഇതൊക്കെ ആൾക്കാർ ഇവിടെ കുറച്ച് പേരെ കണ്ടു അവരുടെ ഡോഗ്സിനെ കൊണ്ട്, പെറ്റിനെ കൊണ്ട് നടക്കാൻ വരുന്ന കണ്ടു. മിക്കവാറും അവരൊക്കെ ഇങ്ങനെ വന്ന് നടന്നൊക്കെയുള്ള ഓരോ വഴി ഉണ്ടായതായിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് ചെളിയാണ്, അതൊരു പ്രശ്നമാണ്. എൻ്റെ ഷൂവിൻ്റെ അടിയിൽ മൊത്തം ചെളിയായി. ഇവിടെ ചെളിയാണ്. അതുപോലെ ധാരാളം കിളികളുണ്ട് ഇവിടെ. ഇതാണെന്ന് തോന്നുന്നു ശരിക്കുള്ള ഒരു വഴി, പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി. കാരണം ഇവിടെ ഇങ്ങനെ കുറച്ച് മണ്ണിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ബാക്കി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുണ്ടായ വഴിയായിരിക്കും. ഇനി കുറച്ച് നേരം ഇവിടെ കുറേ കിളികളെ ഞാൻ കണ്ടേ. ഈ കാടിൻ്റെയും കിളികളുടെ സൗണ്ട് നിങ്ങൾ ശരിക്കും കേട്ട് നോക്കി. അങ്ങനെ ഫോറസ്റ്റിൻ്റെ പുറത്തേക്കുള്ള വഴി എത്താറായി. ആ നേരെ കാണുന്ന വഴിയിലൂടെ ആട്ടോ എൻ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഒരു വർഷമായിട്ട് കാടും വീടും കാണാതെ കിടന്നുകൊണ്ടായിരിക്കും കുറച്ച് സമയം ഇവിടെ കിട്ടിയുള്ളെങ്കിലും ഐ എം സോ ഹാപ്പി. എനിക്ക് ഇത് നല്ലൊരു സോഫ്റ്റ് ട്രക്കിംഗ് ആണ്. എല്ലാവർക്കും വന്ന് കുറച്ച് സമയം ഈ ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പയ്യെ നടക്കാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ആ കാണുന്നതാണ് ഹുഡാൽസ്ബ ടൗണ്. ആ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ പൈൻവുഡ് ഫോറസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.